ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി തീയൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അനിയത്തി അതൊരു സൈഡിൽ ഇങ്ങനെ ഉപ്പേരി ഇളക്കിക്കൊണ്ടിരിക്കണം. കോളിഫ്ലവർ ഉപ്പേരി കേട്ടോ ലഞ്ചിന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. മൈ ഫേവറേറ്റ് പച്ചക്കറി കേട്ടോ കോളിഫ്ലവർ. ഞാൻ ഒരു സൈഡിൽ നല്ല അടിപൊളിയായി മത്തി പൊരിക്കുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ പാർന്നത് ഓവറായിട്ടോ. ഞാനിതിൽ സാമ്പാറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഡാബിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കട്ടെ കേട്ടോ ഇനി. അപ്പോൾ ഞാൻ തക്കാളി, പച്ചമുളക്, വല്യുള്ളി, ഉരുളൻകിഴങ്ങ് ഇതൊക്കെ ഞാൻ നല്ലോണം വൃത്തിയായി കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായി പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കർക്ക് കേട്ടോ. അതിനുശേഷം ഞാൻ 3 തക്കാളി എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യട്ടോ. 3 എണ്ണം വരെയണമെന്നൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറാകും കേട്ടോ. പിന്നെ ഞാനൊരു വലിയ ഉള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് 4 പച്ചമുളകാണ്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് കുക്കർക്ക് ഇട്ട് കൊടുക്കുക. അടുത്തത് 2 ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്പൂണിന് 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്പൂണിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഈ വെജിറ്റബിൾസിൻ്റെ മേലറ്റം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്ര ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുക്കർ പൂട്ടി ഗ്യാസുമിൽ വെക്കട്ടോ. ഇനി 2 വിസിലടിക്കട്ടെ. പിന്നെ കുക്കർ തുറന്ന് മുരിങ്ങാക്കോലും അതുപോലെ പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് വഴുതനങ്ങ കട്ട് ചെയ്തത് തീക്കിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്ര പുളി എടുക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പുളിയൊക്കെ ഇട്ടെടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. പുളി നല്ലോണം പ്രസ് ചെയ്ത് അതിൻ്റെ നീരൊക്കെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വെണ്ടയ്ക്ക എടുത്തിട്ട് നല്ലോണം കഴുകി കട്ട് ചെയ്യട്ടോ. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ചൂടാവട്ടെ. എന്നിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഇടണം കേട്ടോ. നല്ല സാമ്പാർ പൊടിൻ്റെ ഫ്ലേവറൊക്കെ കറിയിൽ വരുള്ളൂ. അത് മിക്സാക്കുക. ഇനി കട്ട് ചെയ്ത വെണ്ടയ്ക്ക ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. വെണ്ടയ്ക്കൻ്റെ പച്ച ഇതൊക്കെ പോയി നല്ലോണം ഒരു ഹാഫ് വേവെങ്കിലും ആക്കിയെടുക്കുക കേട്ടോ. ഇനി ഹാഫ് വേവായ വെണ്ടയ്ക്ക ഈ കറിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നല്ലോണം വെണ്ടയ്ക്ക വേവട്ടെ. വെണ്ടയ്ക്ക വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ. ഇനി നമ്മൾ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കറി നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ സൈഡിൽ. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടട്ടെ കേട്ടോ. ഇനി 2 ഉണക്കമുളക് അതിക്കിട്ട് പൊട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കറിക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം അതിൽ കടുകും ഇതൊക്കെ ഇട്ട് ഒഴിച്ച് കറി ഒന്ന് മിക്സാക്കിക്കാണ്ട് ആ പാത്രത്തേക്ക് മിക്സാക്കിക്കാണ്ട് ഒന്ന് നല്ലോണം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ചട്ടിയിൽ കടുകൊക്കെ ഇതിക്കായിക്കോളും, പറ്റി പിടിച്ചിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ചെയ്ത് നോക്കട്ടോ എല്ലാവരും. അപ്പോൾ നല്ല അടിപൊളി ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കട്ടെ. നല്ല കോളിഫ്ലവർ ഉപ്പേരിയും അതുപോലെ തന്നെ നല്ല അടിപൊളി സാമ്പാറൊക്കെ, പിന്നെ നല്ല മത്തി പൊരിച്ചതും, പിന്നെ സൈഡായിട്ട് കുറച്ച് അച്ചാറും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ മറക്കാതെ.